Hi everyone, this is Yabin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് എബിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ന്യൂസ് ഉള്ളൂ. ആ ന്യൂസ് വേഗം പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് പോവാം. സോ ഇതേപോലുള്ള ആപ്പിൾ അപ്ഡേറ്റ്സ് കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറീസ് ആയിട്ടും വാൾപേപ്പർ ആയിട്ടും റീൽസ് ആയിട്ടും അവിടെ നിന്ന് അറിയാൻ പറ്റും. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ ദിസ് ഇസ് യബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക. ഒന്നാമത്തെ കാര്യം, നമുക്ക് അപ്ഡേഷനിലേക്ക് അങ്ങ് ചാടി കിടക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോവാം. ചാടി കിടക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് പുതിയ ബേറ്റയുടെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. iOS 26.4ൻ്റെ ബേറ്റ 4ഉം ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ കുറച്ചുകൂടെ റിഫൈൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് വേണ്ട കുറച്ച് ലിക്വിഡ് ഗ്ലാസിൻ്റെ എഫക്റ്റ് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ഈ ഒരു ആഴ്ച അല്ലെങ്കിൽ വരുന്നതിൻ്റെ അടുത്ത ആഴ്ച നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, ഒഫീഷ്യൽ അപ്ഡേഷൻ. സോ ഈ ഓരോ അപ്ഡേറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്താൽ മതി. അടുത്തൊരു കാര്യം, iOS 26.3.1ൻ്റെ ഫോളോ അപ്പ് റിവ്യൂവും നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറേയധികം കൂടുതലുള്ള ഡൗട്ടാണ്, ഡിസ്പ്ലേ പോകുമോ, ബാറ്ററിയുടെ ആ ലൈഫ് കുറയോ, അങ്ങനെ കുറേയധികം കംപ്ലയിൻ്റ് ഉണ്ട്. ഡിസ്പ്ലേ പോകുമോ എന്ന് എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷെ അത് എങ്ങനെ തടയാമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതോടൊപ്പം ബാറ്ററി, എനിക്ക് എൻ്റെ iPhone 17 സീരീസിൽ ബാറ്ററി പെർഫെക്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് യാതൊരു ബഗ്ഗോ അതോടൊപ്പം തന്നെ ബാറ്ററി ഡ്രെയിനിങ്ങോ വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതോടൊപ്പം ഓൾഡർ ഡിവൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾഡർ സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്ന iOS 15.8.7 എന്നുള്ള അപ്ഡേഷനൊക്കെ യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്യുക. അപ്ഡേറ്റ് നിങ്ങളുടെ ഡിവൈസിൽ വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുക. അടുത്തത്, ഓൾറെഡി മാർച്ചിൽ ആപ്പിൾ കുറച്ചൊരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ വൺ സെറ്റ് ഓഫ് പ്രൊഡക്ട്സുകൾ ആപ്പിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൊണ്ട് അത് തീരുന്നില്ല. 2026 ആപ്പിൾ കുറേയധികം പ്രൊഡക്റ്റുകളാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ 3 അൾട്രാ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യും എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളുടെ പേരിൽ അൾട്രാ എന്ന് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എല്ലാം കുറച്ച് മുന്തിയിനം പ്രൊഡക്റ്റുകളാണ്. ഒന്നാമത്തെ iPhone Ultra എന്ന് പറയുന്നത്. iPhone Ultra എന്ന് ചിലർ പറയുന്നു, ചിലർ പറയുന്നു iPhone Fold എന്ന് പറയുന്നു. കുറേയധികം പേരുകൾ ഈ ഒറ്റ ഡിവൈസിനുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ iPhone Ultra എന്ന് വിളിക്കാം, ഒരു ചെല്ലപ്പേര് പോലെ. iPhone Ultra ഈ ഒരു കൊല്ലം ആപ്പിൾ റിലീസ് ചെയ്യുന്നത് ലക്ഷറി പ്രീമിയം സെഗ്മെൻറ്റിലാണ്. അതും 256, 512, 1TB, 2TB എന്നിങ്ങനെ 4 വേരിയൻറ്റിലും അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചിങ് ആയിരിക്കും എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. $2000 ആയിരിക്കും ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് എന്നും ഒരു റിപ്പോർട്ടുണ്ട്. $2000 എന്ന് പറയുമ്പോൾ 2 ലക്ഷം രൂപ അടുത്തായി. കാശിനെ വാങ്ങിക്കാം, അതാണ് ലക്ഷറി പ്രൊഡക്റ്റായിട്ട് വാങ്ങിക്കുന്നത്. പക്ഷേ എനിക്ക് പ്രോ സീരീസിനോടാണ് താല്പര്യം. അടുത്തത്, പ്രോ സീരീസ് നമ്മളിപ്പോൾ ഇതിൽ പറയുന്നില്ല. അടുത്ത ലക്ഷറി അല്ലെങ്കിൽ അടുത്ത അൾട്രാ പ്രൊഡക്റ്റാണ് ആപ്പിളിൻ്റെ എയർപോഡ്സ് അൾട്ര എന്ന് പറയുന്നത്. അൾട്ര എന്ന് പറയുന്നതും മേ ബി പ്രോ 4 ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരായിരിക്കാം. എന്തുകൊണ്ട് അൾട്രാ 4 എന്ന് പറയുന്നത് വെച്ചാൽ ആപ്പിളിലെ ഈ ഒരു എയർപോഡ്സിലെ ക്യാമറ ഉണ്ടാവും. ആപ്പിൾ ഇൻ്റലിജൻസിന് വർക്ക് ചെയ്യാനുള്ള ഡാറ്റ ഇതിന് എടുക്കാൻ പറ്റും. സോ നമ്മുടെ സറൗണ്ടിങ്സ് നടക്കുന്ന കാര്യവും നമുക്ക് കമാൻഡ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളും എല്ലാം ആപ്പിളിൻ്റെ ഈ ഒരു പുതിയ എയർപോഡ്സിൽ വരും എന്നൊരു റിപ്പോർട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് കൂടാനും അതോടൊപ്പം അൾട്ര എന്ന സീരീസിൻ്റെ സെഗ്മെൻറ്റിലേക്ക് പോകാനുള്ള ചാൻസ്. അടുത്തതാണ് മാക്ബുക്ക് അൾട്ര എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അൾട്ര എന്ന് പറഞ്ഞാൽ, നമുക്കൊരു റിപ്പോർട്ട് കിട്ടി ആപ്പിളിൻ്റെ ബേസ് വേരിയൻറ്റ്, പ്രോ വേരിയൻറ്റ്, അൾട്ര വേരിയൻറ്റ്, അങ്ങനെ കുറേയധികം പ്രൊഡക്റ്റുകളുടെ പേര് ലിസ്റ്റ് ചെയ്തപ്പോൾ ഇതിൽ മാക്ബുക്ക് അൾട്ര എന്ന് കണ്ടു. ഇത് വേറെ കൊണ്ടല്ല, ആപ്പിളിൻ്റെ M6 വെച്ച് വരുന്ന മാക്ബുക്ക് അൾട്രയിൽ നമുക്ക് ടച്ച് സ്ക്രീൻ, അതും OLEDയിൽ വെച്ച് വരുന്ന ടച്ച് സ്ക്രീനും ഡൈനാമിക് ആയാലും ഉണ്ടാകും എന്നാണ് പറഞ്ഞേക്കുന്നത്. ടച്ച് സ്ക്രീൻ വരുമ്പോൾ നമുക്ക് കുറേയധികം ഫങ്ഷണാലിറ്റീസ് ഇമ്പ്രൂവ് ആവും. പക്ഷേ സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു ഐഡിയോളജി അനുസരിച്ച് ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞ മാക്ബുക്ക് പുള്ളിക്കാരന് ഇഷ്ടമല്ല. പക്ഷേ കാലം മാറുന്നതനുസരിച്ച് കുറേയധികം മാറ്റങ്ങൾ കമ്പനി വരുത്തിയില്ലെങ്കിൽ പുറകിലേക്ക് കൊണ്ടുവരും. സോ അതെന്തുകൊണ്ടാണ് മാറാൻ പോകുന്നത്, എങ്ങനെയാണ് മാറാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ടച്ച് സ്ക്രീൻ മാക്ബുക്ക് വരുന്നുണ്ട് വിത്ത് ഡൈനാമിക് എലന്റ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഡൈനാമിക് എലന്റിൽ ഫങ്ഷണാലിറ്റീസ് കൂടുതൽ നടക്കും. macOSൻ്റെ 26 അല്ലെങ്കിൽ macOS താഹോൽ നമ്മൾ കണ്ടായിരുന്നു. കുറേയധികം ഐഫോണിൻ്റെ ആപ്ലിക്കേഷൻസ്, ലൈവ് ആക്ടിവിറ്റി ആയിക്കോട്ടെ, അവരും കുറേയധികം ഫങ്ഷണാലിറ്റീസ് എല്ലാം മാക്കിലേക്ക് വരുന്നുണ്ട്. ഐഫോണും മാക്കുമായിട്ടുള്ള ആ ഒരു ബന്ധം ദൃഢപ്പെടുത്താൻ വേണ്ടിയാണ്
ഓരോ അപ്ഡേഷനിലും ആപ്പിൾ കുറേയധികം ആപ്പിളിൻ്റെ കണ്ടിന്യൂ അല്ലെങ്കിൽ ഐഫോൺ കണ്ടിന്യൂറ്റി ഫീച്ചേഴ്സ് മാക്കിൽ കൊണ്ടുവരുന്നത്. ആ സെയിം ഫങ്ഷണാലിറ്റീസ് മാക്കിലേക്ക് വരുമ്പോൾ കോൾ ആയിക്കോട്ടെ, ലൈവ് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ബാക്കി എന്ത് ഫങ്ഷണാലിറ്റീസ് ആയാലും ഐഫോണിൽ ഉപയോഗിക്കുന്ന ഡൈനാമിക്കലിൻ്റെ എല്ലാ ഫങ്ഷണാലിറ്റീസും മാക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഐഫോൺ എടുക്കാതെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രൊഡക്ടിവിറ്റി മാക്കിൽ കൊണ്ടുവരാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? ഐഫോൺ മിററിങ് എന്ന് പറഞ്ഞ സെയിം കോൺസെപ്റ്റ് മൊത്തമായിട്ട് തൂത്തുടച്ച്, പക്ഷേ ഐഫോണാണ് ഇതിൻ്റെ കീ. അതുകൊണ്ട് ഐഫോൺ ഇല്ലാതെ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു എക്കോ സിസ്റ്റം നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യാനാണ് ആപ്പിൾ ഡൈനാമിക്കലിൻ്റെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത്. അടുത്തൊരു കാര്യം, എങ്ങനെ ടച്ച് സ്ക്രീനുള്ള മാക് ബുക്ക് വരുന്നു? ഈ 3 അൾട്രാ പ്രൊഡക്റ്റാണ് വരുന്നത്. ഇപ്പോൾ CEO ആയിട്ടിരിക്കുന്ന ടിം കുക്ക് റിസൈൻ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ റിട്ടയർ ചെയ്യാൻ പോവാണ്. അതിനുശേഷം ആര്? ഈ ഒരു ക്വസ്റ്റ്യനിൽ കുറേയധികം ഡൗട്ടുകളും കുറേയധികം ആൻസേഴ്സും കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഹാർഡ്വെയറിൻ്റെ VP ആയിട്ടുള്ള ജോൺ ടാരസില്ലേ, പുള്ളിക്കാരനായിരിക്കും മിക്കവാറും അടുത്ത ആപ്പിളിൻ്റെ തലപ്പത്തിരിക്കാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത്. കാരണം കുറേയധികം പ്രസ് റിലീസ് ആയിക്കോട്ടെ, കുറേയധികം വീഡിയോസ് ആയിക്കോട്ടെ, കുറേയധികം നമ്മുടെ ആപ്പിളിൻ്റെ കീനോട്ട് ആയിക്കോട്ടെ, ടിം കുക്ക് വന്ന് പറയേണ്ട പല സാഹചര്യത്തിലും ഇപ്പോൾ ജോൺ ആണ് വന്ന് സംസാരിക്കുന്നത്. മാക് മിനി ഒരു ഫണ്ടമെൻ്റൽ പ്രൊഡക്റ്റ് റിവീൽ ചെയ്യുന്നത് ആരാണ്? ജോൺ ആണ്. മാക് ആയിക്കോട്ടെ, മാക് മിനി ആയിക്കോട്ടെ, എല്ലാം പുള്ളിക്കാരനാണ് ചെയ്തത്. ഇനി ഐഫോൺ എയർ നോക്ക്, ഐഫോൺ എയറിൻ്റെ കീനോട്ടിലും പുള്ളിക്കാരനാണ്, ജോൺ ആണ് വന്ന് ഈ പറഞ്ഞ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ കീനോട്ട് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം പല ഇൻ്റർവ്യൂസിലും ഇപ്പോൾ ജോൺ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ അടുത്ത അമരക്കാരൻ ഈ പറഞ്ഞ ജോൺ ആയിരിക്കും. ജോൺ എന്ന് പറഞ്ഞ വ്യക്തി ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഫങ്ഷണാലിറ്റി കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മാക് പ്രോ സീരീസിൽ നിന്ന് എല്ലാ പോർട്ടും എടുത്ത് കളഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പോർട്ട് കൊണ്ടുവരാം എന്നാണ് ഞാൻ കേട്ടത്. സോ ഈ പറയുന്ന കാലഘട്ടം മാറുന്നതനുസരിച്ച് ടച്ച് സ്ക്രീൻ മാക്ബുക്ക് കൊണ്ടുവന്നാൽ കച്ചവടം നടക്കുമെന്നുള്ള തിങ്കിങ് ഉള്ളതുകൊണ്ട് മേ ബി ജോൺ ടെയർസ് അത് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. ലിങ്ക് മനസ്സിലായോ? ഇതാണ് ലിങ്ക് ഓഫ് ദ ലിങ്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് വരുന്ന വർഷങ്ങളിൽ നമുക്ക് കുറേ മാറ്റങ്ങൾ ആപ്പിളിൽ കാണാൻ പറ്റും. പക്ഷെ അവിടെയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇത്രയും നാൾ നമ്മൾ കണ്ടു മറന്ന ആപ്പിളല്ല ഇനി വരാൻ പോകുന്നത്. അതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് പല VPസും അതോടൊപ്പം തന്നെ പല വലിയ ആൾക്കാരും ഈ പറയുന്ന ആപ്പിൽ നിന്ന് റിട്ടയർ ആവുന്നുണ്ട്. നമ്മുടെ ആപ്പിളിൻ്റെ വാച്ചിൻ്റെ ഡിസൈനർ അല്ലെങ്കിൽ വാച്ചിൻ്റെ VP വെച്ചാൽ വൈസ് പ്രസിഡന്റ്. കുറേ പേർക്ക് അറിയാമായിരിക്കും, അറിയാൻ പാടാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്. അടുത്തൊരു കാര്യം, ഈ ഒരു VP അല്ലെങ്കിൽ ജെഫ് വില്യംസ് എന്നോ ആണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ്റെ പേര്, നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ആ ഒരു പുള്ളിക്കാരൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആപ്പിളിൽ നിന്ന് റിട്ടയർ ചെയ്തു. അതോടൊപ്പം iOS ലിക്വിഡ് ക്ലാസ് കൊണ്ടുവന്നൊരു വ്യക്തിനെ ഓർമ്മയുണ്ടോ? കണ്ണടയൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരനും iOS നിന്ന് റിട്ടയർ ആയി. iOS അല്ലെങ്കിൽ ആപ്പിളിൽ നിന്ന് റിട്ടയർ ആയിട്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മെറ്റെ പോയി ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് M1 സിൽക്കൺ എന്ന് പറഞ്ഞ ചിപ്സെറ്റ് കൊണ്ടുവന്നില്ലേ, ആ ഒരു പുള്ളിക്കാരനും റിട്ടയർ ചെയ്തു. അങ്ങനെ കുറേയധികം ആൾക്കാർ. അതോടൊപ്പം 2030 എന്ന് പറഞ്ഞ ഒരു ആപ്പിളിൻ്റെ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ പ്ലാൻ ചെയ്യുന്ന ഒരു ലേഡി ഉണ്ട്. ഈ സോളാറിൻ്റെ പൊക്കത്ത് മണ്ടയിലൊക്കെ കയറുന്ന സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയില്ല, ഒരു ലേഡി. ആ ലേഡിയും റിട്ടയർ ചെയ്തു അല്ലെങ്കിൽ ആപ്പിളിൽ നിന്ന് റിസൈൻ ചെയ്തു എന്ന് കുറേ കാര്യങ്ങൾ കേൾക്കുന്നത്. സോ ജോണിന് ഈ ഒരു വലിയൊരു കപ്പൽ കിട്ടുമ്പോൾ കുറേയധികം സ്പേസ് വീക്കെൻഡ് ആയിട്ടാണ് കിട്ടുന്നത്. കുറേയധികം ലെജൻസും അതോടൊപ്പം ലെഗസിയും ക്യാരി ചെയ്ത വ്യക്തികൾ ഇപ്പോൾ ആപ്പിളിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പണിപ്പെട്ടി ഈ പറഞ്ഞ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആയിട്ടുള്ള പരിപാടിയാണ്. സോ നമുക്കിനി കാണാം, ഇനി വരാൻ പോകുന്ന ആഫ്റ്റർ ടിം കുക്ക് റിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുമ്പോൾ ആ ഒരു ആപ്പിളിനെ പുള്ളിക്കാരൻ എങ്ങനെയാണ് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നത്. അടുത്തൊരു കാര്യം, ആപ്പിളിൻ്റെ പുതിയ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് പല ആപ്ലിക്കേഷൻസിലും വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാട്സാപ്പിലും ലിക്വിഡ് ഗ്ലാസ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എനിക്ക് വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഇത് വന്നിട്ടില്ല, പല ആൾക്കാർക്ക് ഇത് റോൾ ഔട്ട് ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മേക്ക് ഷുവർ നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ വാട്സാപ്പ് അപ് ടു ഡേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ് ടു ഡേറ്റ് അല്ലെങ്കിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുക. വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ലിക്വിഡ് ഗ്ലാസ്സിലേക്ക് പതുക്കെ മാറുന്നുണ്ട്. ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഓപ്റ്റിമൈസേഷനും ആൻഡ് ഫുൾ ഫണ്ടമെൻ്റലായുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എല്ലാ ആപ്ലിക്കേഷൻസും ലിക്വിഡ് ഗ്ലാസ്സിലേക്ക് സ്വിച്ച് ചെയ്യണം. അടുത്തൊരു കാര്യം, ആപ്പിളിന് 50 വർഷം തികയാൻ പോവാണ്. എന്നാന്നല്ലേ ഏപ്രിൽ 1 ആകുമ്പോഴത്തേക്കും ആപ്പിൾ തുടങ്ങിയിട്ട് ഒരു ഗരാഷിൽ നിന്ന് ഈ പറയുന്ന പരിപാടി തുടങ്ങി
3 ട്രില്യൺ അല്ലെങ്കിൽ 4 ട്രില്യണിൽ വരെ എത്തി നിൽക്കുന്ന വലിയ കമ്പനി ആയത് ഈ പറയുന്ന ഏപ്രിൽ 1-ാം തീയതി ആകുമ്പോഴത്തേക്കാണ്. 50 കൊല്ലം. അതൊരു ചെറിയ സമയമല്ല. കാരണം കുറേയധികം കഷ്ടപ്പാടും കുറേയധികം ആൾക്കാരുടെ പരിഹാസവും കുറ്റപ്പെടുത്തലും, എന്തിനാ നമ്മൾ തന്നെ പല കാര്യങ്ങളിലും കുറ്റപ്പെടുത്താറുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും പുതിയൊരു ടൂള് അല്ലെങ്കിൽ ഇൻക്രെഡിബിൾ ആയൊരു ടൂള് മേക്ക് ചെയ്ത് കൊടുത്ത് അവരുടെ ലൈഫ് എങ്ങനെ ഈസി ആക്കാം എന്ന് ചിന്തിച്ച് വരുന്നൊരു കമ്പനിയായിരുന്നു ആപ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ആപ്പിൾ. പക്ഷേ അത്രമാത്രം പൊട്ടൻഷ്യൽ ഈ ഒരു കമ്പനിയിലുണ്ട്. സോ ഇങ്ങനെയും കുറേയധികം കാര്യങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങളിലെല്ലാം കാണാൻ പറ്റും. അതോടൊപ്പം ഈ ഒരു 50 കൊല്ലമാകുമ്പോൾ മേ ബി ആപ്പിൾ എന്തെങ്കിലും യുണീക്ക് പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഇല്ലേ? എനിക്ക് തോന്നി, നിങ്ങൾക്ക് തോന്നി തൊട്ട് കമൻറ്റ് ചെയ്യുക. എന്ത് പ്രൊഡക്റ്റാണ് നിങ്ങളുടെ ആ ഒരു ഗസ്, വൈൽഡ് ഗസ് എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഗസ് എന്ന് പറയുന്നത് ആപ്പിൾ തന്നെ പുതിയ ഹോം പാഡ് ആയിരിക്കും എന്നാണ് നമുക്ക് ചിന്തിക്കുന്നത്. ഞാൻ കാശൊന്നും മുടക്കണ്ടല്ലോ. സോ നിങ്ങളുടെ അഭിപ്രായം തൊട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണമെങ്കിൽ വാൾപേപ്പർ ആയിട്ടും സ്റ്റോറീസ് ആയിട്ടും റീൽസ് ആയിട്ടും നിങ്ങൾക്കറിയാൻ പറ്റും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ അടിപൊളി കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഓൾ വീഡിയോ. ദിസ് ഈസ് എബിൻ സേവിയ സൈനിങ് ഫ്രം എവിക്ക.